കുറച്ചു മുമ്പ് പൂർത്തിയാകാൻ പറ്റാത്തൊരു വാർത്തയിലേക്കാണ്. തിരുവോണനാളിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. കൊച്ചിയിലെ ബ്രോഡ്വേ അടക്കമുള്ള വ്യാപാര വാണിജ്യ തെരുവുകളിലും ചന്തകളിലും കച്ചവടം പൊടിപൊടിക്കുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, നാളെ തിരുവോണമാണ്. അത്തം 10 തിരുവോണം എന്ന് പറയുന്നത് പോലെ എന്തായാലും കൊച്ചി നഗരം ഇപ്പോൾ പൊടിപൊടിക്കുകയാണ്. പൊളിയാണ്, വൈബാണ്, ഓണം മൂഡിലാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ മാർക്കറ്റിലേക്ക് തിരക്കുകൾ? കൊച്ചിയിൽ ഉത്രാടപ്പാച്ചിൽ പൊടി പൊടിക്കുകയാണ്. വ്യാപാര വ്യവസായങ്ങളെല്ലാം, വാണിജ്യ സ്ഥാപനങ്ങളും ബ്രോഡ്വേയിലെ അടക്കമുള്ള നിരവധി വാണിജ്യ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ തിരക്ക് ഏറുകയാണ്. നമ്മൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ തന്നെ ഓണം നന്നായിട്ട് തോന്നുന്നു. അതെ കഴിഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. എങ്ങനെയുണ്ട് മോളെ ഓണം? ഡ്രസ്സൊക്കെ എടുത്തോ? സദ്യക്കുള്ളതെല്ലാം വാങ്ങിയോ? എന്തോ ഒരു വാക്കിൽ ഉത്തരം പറഞ്ഞു, 2 വാക്കിൽ ഉത്തരം പറഞ്ഞു. വാങ്ങി. നാളത്തെ എല്ലാം റെഡിയായി. കഴിഞ്ഞവണത്തെക്കാളും അടിപൊളിയാക്കും. എല്ലാം ഒറ്റ വാക്കിലാ ഉത്തരം. കുഴപ്പമില്ല. അനുഷ്ക. പോവാനുള്ള തിരക്കില്ല, പാച്ചില്ല, കുഴപ്പമില്ല. ശരി, എന്നാ ഉത്രാട പാച്ചിലാണ്. അതുകൊണ്ട് ഉത്തരങ്ങളൊക്കെ വളരെ ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞു പോവാണ്. ഇപ്പൊ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളും വഴിയോര കച്ചവടങ്ങളും ഒക്കെ തന്നെ വലിയ തിരക്കിലാണ്. ചേട്ടാ, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ടീമാണ്. അവരുടെ ഷർട്ട് ഉദ്ഘാടനം ചെയ്ത ടീമാണ്. അടിപൊളി കച്ചവടം, അടിപൊളി. തിരുവോണം തകർത്തു. അടിപൊളിയായി. ഉത്രാടം അടിപൊളി. നിങ്ങൾ കൈ കിട്ടും. അതുപോലെ അടിപൊളി കച്ചവടം. സാധനം ഇല്ല, തീർന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത സ്റ്റോക്ക്, പുതിയ സ്റ്റോക്ക് ഒന്നാണ്. ഇന്ന് തകർക്കുവാണ് എല്ലാ കച്ചവടം. അടിപൊളി. ഹാപ്പി ഓണം. അപ്പം കേരള വിഷൻ ന്യൂസ് ആണ് നമ്മൾ ഈ ഒരു ചേട്ടന്റെ കച്ചവടം ഇന്ന് തുടങ്ങി കൊടുത്തതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതിന്റെ ഐശ്വര്യമാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ആളുകളൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ, വിദേശത്തു നിന്നടക്കമുള്ള നിരവധി ആളുകളൊക്കെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു ബ്രോഡ്വേയിൽ ഈ ഒരു തിരക്കിന്റെ ഭാഗമാകാൻ, ഈ ഒരു ഉത്രാട പാച്ചിലിന്റെ ഭാഗമാകാനൊക്കെ തന്നെ അങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചിയുടെ പല ഭാഗങ്ങളും ഒക്കെ ആഘോഷങ്ങളൊക്കെ അതിന്റെ പാരമ്യത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് തിരുവോണത്തിനുള്ളത്. ഉത്രാടപ്പാച്ചിൽ എന്നതിലുപരി തിരുവോണമായി എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ, തിരുവോണം തുടങ്ങിക്കഴിഞ്ഞു, തിരുവോണനാൾ എത്തിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയിലേക്കൊക്കെ തന്നെ ആൾക്കാരൊക്കെ തന്നെ കടന്നിരിക്കുന്നു. ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അവസാനവട്ട ഒരുക്കങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായി. ഈ ഒരു തെരുവീതി മൊത്തം, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെയുള്ള ആ ഒരു ഭാഗങ്ങളിലേക്ക് നോക്കിയാലും ഒക്കെ തന്നെ തിരക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തൊട്ടേ ഈ ഒരു തിരക്ക് ചെറിയ രീതിയിൽ, ഈ ഒരു ചെറിയൊരു ഒന്ന് തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ ആ മഴ കാരണം മഴയിൽ മുങ്ങോ എന്നുള്ള പേരായിരുന്നു. അത്തത്തിന്റെ അന്ന് മഴയുണ്ടായിരുന്നു. അത്തത്തിന് അന്ന് പകലില്ലെങ്കിലും അത്തച്ചമയത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അന്ന് പകലൊന്നും കാര്യമായിട്ട് മഴയില്ലായിരുന്നു. അന്ന് രാത്രിയോടെയായിരുന്നു മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ അത്തം കറുത്തതുകൊണ്ട് ഓണം ഇത്തവണ വെളുക്കുമെന്നുള്ളതാണ്. ഓണത്തിന് വലിയ രീതിയിൽ മഴയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളടക്കം ഉള്ളത്. ഇനിയും തിരുവോണം എങ്ങനെയായിരിക്കും, കളറാക്കാം, മഴയാണെങ്കിലും നമ്മൾ കളറാക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഈ വഴിയോര കച്ചവടക്കാരുടെ ഈ ഒരു ശബ്ദം കേൾക്കാം. കാരണം അവർ ആവേശത്തോടെ ഉച്ചത്തിൽ വിളിക്കുകയാണ്. കാരണം കടകാലിയാക്കൽ, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കിഴിവ് ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ട്. മോനെ, എന്താ പേരെന്താ? മഹി. വാങ്ങിയ ഡ്രസ്സൊക്കെ വാങ്ങിയ നാളത്തേക്ക്? ഫുൾ സെറ്റാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കാനാക്കുറിശ്ശില്. ആണോ? ഇപ്പൊ ലീവല്ലേ? അതെ. അപ്പൊ നാളെ ഓണത്തിന് എന്താ പരിപാടി? വിളിക്കും. എവിടാ വീട്? എവിടാ? മുരിക്കുമ്പാടില്ലേ? അപ്പൊ തകർക്കും ഇത്തവണ ഓണം? പിന്നെ തകർക്കും. പ്ലാനെന്തോ നാളത്തെ? കുറെ പ്ലാൻ ഉണ്ട്. എന്നാലും ഒരു പ്ലാൻ ഒരെണ്ണം എന്തെങ്കിലും ഓണമായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യാൻ വെച്ച എന്തെങ്കിലും പരിപാടി ഉണ്ടോ കൂട്ടുകാരുടെ കൂടെ? കൂട്ടുകാരുടെ പരിപാടിയൊക്കെ ഉണ്ട്. കൂട്ടുകാരുടെ പരിപാടി ഉണ്ട്. തകർപ്പ്. ഏതാ ക്ലാസ്? ഏതാ? 10ലാണ്. 10ാം ക്ലാസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിളായിരുന്നു. ചിലതൊക്കെ പാടായിരുന്നു. സിമ്പിളാ? നീ പഠിപ്പിച്ചാണോ? നീ അത്ര പഠിപ്പൊന്നുമില്ല. ഇനിയിപ്പോ ഇത് വരുമ്പോ അറിയാല്ലേ, റിസൾട്ട് വരുമ്പോ. അപ്പം ഓണം വിശേഷങ്ങൾ, ഓണം വൈബ്, തിരുവോണം വൈബിലേക്ക് കടന്നിരിക്കുന്ന ആളുകൾ. ഇനിയും വ്യാപാരികൾ ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വഴിയോര കച്ചവടക്കാർ അവരുടെ കയ്യിലുള്ള വസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും പുതിയ സ്റ്റോക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോഴൊക്കെ തന്നെ അങ്ങനെയാണ് ഈ നമ്മളോടൊക്കെ തന്നെ ഒക്കെ
പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ തിരക്ക് ഓരോ മിനിറ്റ് കൂടുന്തോറും അങ്ങനെ കൂടി വരികയാണ്. ഈ ഒരു അവസാന മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ ഉത്രാടം ദിനത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്കൊക്കെ കടക്കുമ്പോൾ പോലും ഈ ഒരു തിരക്കുകളുണ്ടാവും. നാളത്തേക്കുള്ള ഓണക്കോടി എടുക്കണം, നാളത്തേക്കുള്ള സദ്യവട്ടത്തിനുള്ള പച്ചക്കറികൾ എടുക്കണം, മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഒരുക്കണം, ഇങ്ങനെയുള്ള നിരവധി പ്ലാനുകൾ. ഇതോടൊപ്പം തന്നെ പല വീടുകളിലും ഏറ്റവും കൂടുതൽ ഈ ഒരു ബ്രോഡ്വേയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിക്കാരെക്കാളും കൂടുതൽ മറ്റ് പല ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അവരൊക്കെ തിരിച്ച് മടങ്ങുന്ന ചില കാഴ്ചകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ചിലർ ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവർ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇതവിടെ ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി? കുഴപ്പമില്ല. ഡ്രസ്സുകളൊക്കെ വാങ്ങി? അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ചേട്ടൻ എവിടെ വീട്? എവിടെ? എന്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിന്ന് അപ്പം ഞങ്ങൾ അരൂരിൽ നിന്ന് കടന്നു വന്നെങ്കിൽ ഭയങ്കര പാടാണ് ഇപ്പത്തെ അവസ്ഥയിൽ. റോഡ് പണി നടക്കുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇവിടാണോ ജോലി? ഇവിടെ എറണാകുളത്ത് കലൂര് ആണ്. അപ്പൊ ഞാൻ ഇപ്പം നാട്ടിലേക്ക് പോവാണ്. മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു? അത്യാവശ്യം എടുത്ത്. എല്ലാവരും ആലപ്പുഴക്കാരാ? അപ്പൊ വള്ളംകളിയൊക്കെ അടിപൊളിയാക്കിയിരുന്നു. ഇപ്പൊ ഓണം തകർക്കണം. അതെ. ഇനിയിപ്പോ ആറന്മുള വള്ളംകളിയൊക്കെ വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ആരംഭത്തിലേക്ക് പോകും. അതിനു മുമ്പ് തിരുവോണത്തിനൊന്ന് കൊഴിപ്പിക്കാനായിട്ട് പരിപാടി. അവസാനം വീട്ടിലും സദ്യക്കുള്ളതൊക്കെ പിന്നെ അതൊക്കെ എല്ലാം സെറ്റാക്കി. ഹാപ്പിയാണ്. അപ്പം എല്ലാവരും വിശേഷങ്ങൾ പറയാനും വിശേഷങ്ങൾ പറയാതെ തിടുക്കപ്പെട്ട് ഓടാനും ഒക്കെ തന്നെ കാണുന്ന തരത്തിൽ കുറേ ആൾക്കാരെയൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. കുറ്റം പറയാൻ പറ്റില്ല. ഉത്രാടപ്പാച്ചിലാണ്. ഈ ഒരു ഉത്രാടപ്പാച്ചിൽ പൂർത്തിയാക്കി വീട്ടിലേക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായാൽ മാത്രമേ ഒരു നെടുവീർപ്പിട്ട് അവർക്കൊന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂ. നാളെ തിരുവോണത്തിനുള്ള എല്ലാം തയ്യാറായി എന്നുള്ളൊരു ആ ഒരു ഫീലിംഗിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു പാച്ചിൽ കൂടിയേ തീരും എന്നുള്ളതാണ് മലയാളികൾക്ക് എപ്പോഴും. രേണുക, തിരക്കിൽ കാളിദാസൻ നിൽക്കുമ്പോൾ നാളെ തിരുവോണത്തിനായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ കാളിദാസൻ എടുത്തിരുന്നോ? ഞാൻ രാവിലെ ഇതേപോലെ തന്നെ ബ്രോഡ്വേയിൽ ഇങ്ങനെ വന്ന് ഇതേപോലെ വലിയ കടകാലിയാക്കൽ നമ്മൾ നേരത്തെ കണ്ട ചേട്ടൻ അതാണ് പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞ സൂചന. കാരണം ആ ചേട്ടനെ ഇന്ന് ഞാനാണ് ഇന്നത്തെ ദിവസം കച്ചവടം തുടങ്ങിയത്. ഞാൻ ഷർട്ട് വാങ്ങിയിട്ടാണ്, എൻ്റെ കൈനീട്ടം കൊണ്ടാണ് ആ ചേട്ടൻ കച്ചവടം തുടങ്ങിയത്. അതിൻ്റെ തിരക്കാണ് അവിടെ കാണാൻ പറ്റിയത്. നല്ല കച്ചവടമുണ്ട്. അത്യാവശ്യം ആദ്യം വന്ന സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വന്നത് നമ്മൾ രാവിലെ ജിഷ്ണു ആയിരുന്നു ക്യാമറ. അപ്പം ജിഷ്ണുവും ഞാനും ഓരോ ഷർട്ട് വീതം അവിടെ നിർത്തും. എന്തായാലും നല്ല ഓഫറിൽ കിട്ടി. 150 രൂപയ്ക്ക് നല്ല ഷർട്ട്, അത്യാവശ്യം നമുക്ക് മോശമില്ലാത്തൊരു ഷർട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ പർച്ചേസുകളൊക്കെ തന്നെ എനിക്കും ജിഷ്ണുവിനും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ റെനീഷേട്ടനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഒരു ചെറിയൊരു പർച്ചേസ് ഞങ്ങൾ ബ്രോഡ്വേയിൽ വന്നതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അംഗവും കാണാൻ താലി ഓടിക്കാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ബ്രോഡ്വേയിൽ ഒന്ന് വന്നു. ഒപ്പം കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് ഞങ്ങളുടെ പർച്ചേസും നടന്നു. നമ്മുടെ പ്രേക്ഷകരെ ഈ ഒരു തിരക്കും ഒക്കെ തന്നെ രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് ഈ ഒരു കൊച്ചി ബ്രോഡ്വേയിലെ തിരക്ക് തുടങ്ങുന്നതും അതിനുശേഷം നല്ല വെയിലായി നിൽക്കുന്ന ബ്രോഡ്വേയും അതിനുശേഷം പിന്നെ മഴയായി വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ബ്രോഡ്വേയിലെ വഴിയോര കച്ചവടമൊക്കെ ഒന്ന് മാറിയത്. അതിനുശേഷം വെയിൽ വന്നപ്പം തിരിച്ച് ഊർജ്ജസ്വലരായി അവരെങ്ങനെയാണ് തിരിച്ചു വന്നത്. ഈ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി തന്നെ എത്തിക്കാൻ പറ്റി. എന്തായാലും ഈ വൈകുന്നേരം ഈ ഒരു സമയത്ത് നിൽക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പോലും തിരുവോണത്തിൻ്റെ വൈബ് ഒട്ടും തന്നെ വിട്ടുപോകുന്നില്ല. ശരി, കാളിദാസൻ എന്തായാലും നാടെങ്ങും ഉത്രാടപ്പാച്ചിലിന്റെ മൂഡിലാണ്. നാളെ തിരുവോണമാണ്. അതിന്റെ തിരക്കിട്ട ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ ബ്രോഡ്വേയിൽ അടക്കമുള്ള എല്ലാവരും. എന്തായാലും തിരുവോണം അങ്ങ് എത്തിയിരിക്കുന്നു. നാളെ തിരുവോണമാണ്. എല്ലാ കേരള വിഷന്റെ പ്രേക്ഷകർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു തിരുവോണത്തിന് ആശംസകൾ കൂടി നേരുന്നു. എന്തായാലും കാളിദാസനും മറ്റു റിപ്പോർട്ടറും എല്ലാവരും ഇപ്പോൾ തിരക്കിലാണ്. ഓണത്തിനെ വരവേൽക്കാനായിട്ടുള്ള ഓണത്തിന്റെ അവസാന ദിവസങ്ങൾക്കായുള്ള തിരക്കിലാണ്. വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം വാങ്ങിക്കാനുള്ള തിരക്കിലാണ്. വിട്ടുപോയവയെല്ലാം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വാങ്ങിക്കണം. നാളെ രാവിലെ മുതൽ അമ്പലത്തിൽ പോകണം. മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്. എന്തായാലും കാളിദാസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.